സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു മൈൻക്രാഫ്റ്റ് സെർവർ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. ടി ലോഞ്ചറിനും ഒറിജിനൽ മൈൻക്രാഫ്റ്റിനും വേണ്ടി. സോ എൻജോയ് ദ വീഡിയോ. സോ നിങ്ങൾ അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്രോം എടുക്കുക. ഞാനിവിടെ സെർച്ച് ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ആദ്യം വരുന്ന ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനവിടെ പ്ലേ എന്ന് പറഞ്ഞ ലിങ്ക് ഒരു ബട്ടൺ കാണും, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക. ജസ്റ്റ് കണ്ടിന്യൂ വെക്കുക. സോ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങൾക്ക് എന്ത് യൂസർ നെയിമാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക. ഞാൻ ഇവിടെ റിയൽ പിക്സൽസ് എന്നാണ് കൊടുക്കുന്നത്. സോ പിക്സൽസ് തന്നെ ഇല്ല, അതുകൊണ്ട് ഞാൻ റിയൽ പിക്സൽസ് എന്നാണ് കൊടുക്കുന്നത്. ആൻഡ് അവിടെയുള്ള ഓപ്ഷൻസ് രണ്ടും ടിക്ക് ചെയ്തേക്കുക ആൻഡ് സൈനപ്പ് ചെയ്ത് നിൽക്കുക. അതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് എ സെർവർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ക്രിയേറ്റ് എന്നുള്ളതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ആൻഡ് ജാവ ആൻഡ് ബെഡ്റോക്ക് ഏത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ജാവയാണ്. ക്രിയേറ്റിൽ നോക്കി കഴിയുമ്പോൾ യുവർ സെർവർ ഈസ് റെഡി എന്ന് വരും. ആൻഡ് അവിടെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ബട്ടൺ കാണും അടിയിൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങളുടെ സെർവർ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ട ഓപ്ഷൻസിൽ പോവുക. ആൻഡ് നിങ്ങളിവിടെ ചെന്നിട്ട് ഓണാക്കുന്ന ക്രാക്ക്ഡ് ഓണാക്കുക ആൻഡ് ഫോഴ്സ് ഗെയിം മോഡ് ഓണാക്കുക. അതിനുശേഷം ജസ്റ്റ് സെർവർ ടോപ്പ് സൈഡിൽ സെർവറിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ജസ്റ്റ് നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക, യെസ് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ചെറിയൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, ജസ്റ്റ് 4 minutes or 5 minutes. സോ ഒരു ക്യൂ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. നിങ്ങൾ സ്റ്റാർട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഓക്കെ കൊടുക്കുക. ആൻഡ് ഇവിടെയും ഒരു ചെറിയൊരു ടൈം പീരീഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ സെർവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് IP ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ആൻഡ് ഞാനിവിടെ ടി ലോഞ്ചറാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് നമ്മൾ മൈൻക്രാഫ്റ്റ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് മൈൻക്രാഫ്റ്റ്. ആൻഡ് നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആഡ് സെർവർ ഇടുക, Ctrl+V നിൽക്കുക, അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ആൻഡ് യെസ്, അവർ സെർവർ ഈസ് റെഡി. ആൻഡ് ജസ്റ്റ് ജോയിൻ കൊടുക്കുക, പെട്ടെന്ന് തന്നെ ജോയിൻ ആവുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രീ വേയിലാണ് നമ്മൾ ഈ സെർവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ബെഡ്റോക്ക് പ്ലേയേഴ്സിനാണെങ്കിൽ വേറെ സെർവർ നിങ്ങൾ ഇതേപോലെ തന്നെ ഞാനവിടെ കൊടുത്ത പോലെ ജാവ മാറ്റി ബെഡ്റോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. പോക്കറ്റ് എഡിഷനും ബെഡ്റോക്ക് എഡിഷനും നിങ്ങൾക്ക് ഒരേപോലെ പറ്റുന്നതാണ്. ആൻഡ് പോക്കറ്റ് എഡിഷൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും പോക്കറ്റ് എഡിഷൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ.